ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ഫുജേറയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പെട്ടെന്നെടുത്തൊരു പ്ലാനായിരുന്നു. ഞങ്ങൾ ഈദിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ച്. മീനുക്കുട്ടിക്ക് അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിലിരിക്കാഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. മീനുക്കുട്ടിയെ നമ്മളെവിടെയാണ് പോകുന്നത്? മീനുക്കുട്ടിയെ നമ്മൾ ഫുജേറ പോവാന്ന് പറ. മീനുക്കുട്ടി അച്ഛൻ്റെ അടുത്ത് പറ്റാഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടിരിക്കുകയാണ്. ഏതാ മീനുക്കുട്ടി ദേഷ്യം പിടിക്കുക? ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു രസമുള്ളൊരു സ്ഥലം കണ്ടു. അപ്പം കുറേ പേര് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പം ഞങ്ങളും കാറ് സൈഡാക്കി ഞങ്ങളിങ്ങനെ നോക്കി. നല്ല രസമുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. എൻ്റെ മുടി ഇങ്ങനെ പറന്ന് പറന്ന് കളിക്കുന്നു. ഞാൻ വരുമ്പോൾ മുടിയൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇപ്പം എല്ലാം പോയി. കടുകാണോ? അപ്പം എന്താ, അവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഫുജേറയിലേക്ക് പോവാണ്. അപ്പോൾ ഫുജേറയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഫുജേറ ഈസ് യുണീക്ക്. UAE ഓൺലി എമിറേറ്റ്സ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ലൈങ് അലോങ് ദ സ്റ്റണ്ണിങ് ഗൾഫ് ഓഫ് ഒമാൻ, അങ്ങനെയാണ് പറയാം. അമ്മയായിരുന്നു ഇത്ര സമയം ഫ്രണ്ടിലിരുന്നത്. പിന്നെ നല്ല ക്ലൈമറ്റൊക്കെ. പിന്നെ എൻ്റെ വിമലേട്ടനും കൂടെ ഇരിക്കാനൊരു മോഹം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്ന്, മീനുക്കുട്ടി അമ്മയും ബാക്കിലുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ഹാജ മൗണ്ടെയ്ൻസാണ്. ഹാജ മൗണ്ടെയ്ൻസ് പറഞ്ഞാൽ റോക്ക് മൗണ്ടെയ്ൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ആ ഒരു മൗണ്ടെയ്ൻസ് നമ്മുടെ ഫുജേറയ്ക്ക് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇവിടെ മൗണ്ടെയ്ൻസ്, ബീച്ചസ്, അതുപോലെ വാട്ടർഫോൾസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. സ്ട്രീറ്റ് അടിപൊളിയല്ലേ? നല്ല വിശക്കുന്നുണ്ട്. ഇന്നലെ ചേട്ടനൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുജേറയിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു കീർത്തി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അപ്പം അവിടത്തേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. അതാണ് കീർത്തി റെസ്റ്റോറൻറ്റ്. അവിടുത്തെ ചിക്കൻ ബിരിയാണി സൂപ്പറായിരുന്നു. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹസ്ബൻഡ് ഗൾഫിൽ വന്നപ്പോൾ, UAE വന്നപ്പോൾ ആദ്യമായിട്ട് ജോലി കിട്ടിയത് ഫുജേറയിലായിരുന്നു. അപ്പം 13 വർഷം മുന്നേ. അപ്പോൾ ആദ്യമായിട്ട് താമസിച്ച ആ ഒരു ഏരിയയിൽ പോകണമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണിത്. ഞങ്ങൾ ഫുജേറയിൽ എല്ലായിടത്തും കറങ്ങാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പോൾ ഞങ്ങൾ കോർഫക്കാൻ ബീച്ചിലാണ് ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അംബ്രല ബീച്ച്, ഇത്രയൊക്കെയുള്ള പരിപാടി. കാരണം ഞങ്ങൾ ലേറ്റായി. ഞങ്ങൾ കോർഫക്കാൻ ബീച്ചിലേക്ക് പോവാണ്. കോർഫക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് പാർട്ട് ഓഫ് ഷാർജ. ഷാർജയുടെ പാർട്ടാണ്, ബട്ട് നോട്ട് ബൈ ലാൻഡ്. ബൈ ലാൻഡ് ഇതിന് വലിയ കണക്ഷൻ ഇല്ല ഷാർജയായിട്ട്, ബിക്കോസ് ഇറ്റ്സ് സറൗണ്ടഡ് ബൈ ഫുജേറ. അപ്പം ഇത് ഫുജേറയിലുള്ള ഒരു ഷാർജേൻ്റെ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കോർഫക്കാൻ ആംഫി തിയേറ്റർ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടിയും അതുപോലെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഒരു ഭംഗിയും അത് ഭയങ്കര ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ക്ലാസിക്കൽ റോമൻ ഡിസൈനിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്ത പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പെർഫോമൻസ് സ്പേസ്, ഇതൊരു കൾച്ചറൽ ഹബ്ബും കൂടിയാണ്.
പിന്നെ അതിൻ്റെ അപ്പുറത്തെ വാട്ടർഫോൾസ്, ഇത് ബീച്ച്. ഇതാണ് നമ്മുടെ കൊച്ചിക്കരത്തി വത്സല ടിസൂസ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചപ്പോൾ മീനുട്ടിക്കൊരു സംശയം, ഇത് അച്ഛമ്മ തന്നെ അല്ലേന്ന്. ഇവിടെ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ നടന്നു, എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് സമയം ഇങ്ങനെ നടന്നു, എന്നിട്ട് ആ വാട്ടർഫോൾസിൻ്റെ ആ ഏരിയയിലേക്ക് പോവാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി. വാട്ടർഫോൾസ് ഒക്കെ കണ്ടു. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ബീച്ചുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോവാണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ. പെരുന്നാളിൻ്റെ ലീവ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ മീനിക്കുട്ടി ആദ്യമായിട്ട് കടൽ കണ്ടിരിക്കുകയാണ്. ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് ഫോട്ടോഷൂട്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അംബ്രല്ല ബീച്ചിലേക്കാണ്. അംബ്രല്ല ബീച്ച് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത്. ബീച്ചിൽ ഫുള്ള് കളർഫുൾ അംബ്രല്ലാസ് ഉണ്ട്, കഫേസ്, പിന്നെ ഫുഡ് സ്റ്റോൾസ് അതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. വെറുതെ ഭയങ്കര ഇങ്ങനെ നടക്കാൻ ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. ഇത് എന്തുകൊണ്ട് അംബ്രല്ല ബീച്ച് എന്ന് പറയുന്നത്? പണ്ടോടെ വെറും മണൽ മാത്രം ഉണ്ടായിരുന്നല്ലോ, മഴ ചാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പൊ പണിതതാണ്. ഇതിനു മുമ്പ് ഇതിന്റെ പേര് അംബ്രല്ല ബീച്ച് എന്നായിരുന്നു. കാരണം എന്താ? അപ്പൊ ഈ നമ്മുടെ നാട്ടിലുണ്ടാവില്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ കൊട പോലെ അതിന്റെ ചുറ്റിനിരിക്കാൻ, അതുപോലത്തെ 2-3 പൊട്ടിപ്പൊളിഞ്ഞുണ്ടായിരുന്നു. അന്ന് പറയാം അംബ്രല്ല ബീച്ച് എന്നാ പറയായിരുന്നു. പിന്നെ ഇത് റിന്യൂവേറ്റ് ചെയ്ത് ഇങ്ങനെ അംബ്രല്ല ബീച്ച് എന്ന് പേരിട്ടിട്ട് അത് അതിന് വേണ്ടി വെച്ചത്. അത് പിന്നെ ഇങ്ങനെ വെറുതെ അംബ്രല്ലയുടെ കാലിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു. ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാന്നത്, ഇത് വീഡിയോ ആയിരുന്നോ? ഇത് ഞങ്ങളുടെ മർമ്മൻ ഡയറിയിലെ പശുവിനെ പോലെ ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.